ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് എടുക്കാം. ഓക്കെ, എന്നാൽ ജസ്റ്റ് ഒറക്കിൾ കാണിച്ചു തന്ന യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഓക്കെ നമ്മൾ മുന്നോട്ട് പോകാൻ ഹെൽപ്ഫുള്ളായിട്ട് എന്ത് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്, സോ ദാറ്റ് നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, നിങ്ങളെ തന്നെ ഒന്ന് ഓരോ പ്രോബ്ലംസും ഫേസ് ചെയ്യാനും മുന്നോട്ട് പോകാനും ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് നമുക്കൊന്ന് നോക്കാം. എൻ്റെ അഫർമേഷൻസ് കൂടെ ലാസ്റ്റിൽ പറയാം. ഞാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് ഇന്നത്തെ ദിവസത്തേക്കുള്ള നിങ്ങൾക്കുള്ള അഫർമേഷൻസും തരാം. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങൾക്ക് വരുന്ന ഗൈഡൻസ് ഇന്നത്തെ. മെഡിറ്റേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. മെഡിറ്റേഷൻ ഫോർ ക്രിയേറ്റിവിറ്റി, എയർ മാജിക്. Affirmation for acceptance. Okay, earth magic. Go with the flow. Speak your mind. Very good. ട്രാൻസ്ഫോർമേഷൻ കാർഡ് ഉണ്ട് ഇവിടെ. സോ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ്, ഒരു മാറ്റത്തിൻ്റെ സമയമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് ഇവിടെ. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ജീവിതത്തിനെ മാറ്റേണ്ട ഒരു സമയമാണ്, മാറുന്ന ഒരു സമയമാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ദൈവമായിട്ട് യൂണിവേഴ്സായിട്ട് ചിലത് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ചില മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവാം. ഇവിടെ നിങ്ങൾ വളരെയധികം ലൈക്ക് പെന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഡാർക്ക് ക്ലൗഡ്സ് ആണെങ്കിലേ ഓക്കെ, അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് നിങ്ങൾ വേറെ പോസിറ്റിവിറ്റിയിലേക്ക് നടക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഗ്രോത്ത് അതിലേക്ക് നടക്കുന്ന. ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങും സെയിം കാര്യമായിരുന്നു പറഞ്ഞല്ലേ. നിങ്ങൾ ചിലത് പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന പോലെ ആ ഒരു ആ ട്രാൻസ്ഫോർമേഷൻ്റെ സമയം തന്നെയാണ് തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ ഇവിടെ 2 ക്യാറ്റ് ഉണ്ട്. ഒരു ബാക്കിൽ അവിടുന്ന് നിങ്ങളെ കൂടെ വന്ന ഒരു ക്യാറ്റ് ഇവിടെ വേറെ ഒരു ക്യാറ്റിനെ മീറ്റ് ചെയ്യുന്നു, അതിലൊരു ബട്ടർഫ്ലൈ ഉണ്ട്. സോ എവിടെയോ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും മാറ്റം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലും നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. ഓക്കെ, മേ ബി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങൾ പരിചയപ്പെടുന്നതായിരിക്കും. സോ സംവെയർ എന്തൊക്കെയോ ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് ഓവറോൾ. ആൻഡ് എല്ലാം പോസിറ്റിവിറ്റിയിലേക്കാണ്, അല്ലാതെ ബാഡ് ചേഞ്ചസ് അല്ല പറയുന്നത്. ഓക്കെ, നല്ല ചേഞ്ചസ് ആണ്, ട്രാൻസ്ഫോർമേഷൻ വളരെ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്നത് മെഡിറ്റേഷൻ ഫോർ ക്രിയേറ്റിവിറ്റി. ഓക്കെ, നിങ്ങളോട് പറയുന്നത് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്തില്ലെങ്കിലും ശാന്തമായിട്ട് നിങ്ങൾ ആദ്യം ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കുറച്ച് ടൈം നമ്മൾ പറയില്ല, ഒന്ന് ശാന്തമായിട്ട് ബ്രീതിങ്, നല്ല ഡീപ്പ് ബ്രീത്ത് എക്സസൈസസ് ഒക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. പ്രാണായാമം ഉണ്ട്, താല്പര്യമുള്ളവർക്ക് പ്രാണായാമം അല്ലെങ്കിൽ പല തരത്തിലുള്ള എക്സസൈസ് ബ്രീതിങ് നമുക്ക് പല മെത്തേഡ് ഉണ്ട്. ഓക്കെ, അത് ഏതെങ്കിലും നിങ്ങൾ ഓൺലൈൻ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഇഷ്ടംപോലെ ഉണ്ട് യൂട്യൂബിൽ ബ്രീതിങ് എക്സസൈസസ് ഒന്ന് നോക്കൂ, പല തരത്തിലുള്ളത് കിട്ടും. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് നമ്മളെന്താ അത് ചെയ്യുമ്പോൾ, ബ്രീതിങ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശാന്തമാവാൻ തുടങ്ങും, മൈൻഡ് കാമാവാൻ തുടങ്ങും. ഓക്കെ, ശാന്തമാവാൻ തുടങ്ങും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മാത്രമല്ല ഇവിടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ വർദ്ധിക്കുന്ന രീതിയിൽ ഓക്കെ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. പക്ഷേ ഇവിടെ പെയിൻറ്റിംഗ് ഒക്കെയാണ് കാണിക്കുന്നത്, ബട്ട് പെയിൻറ്റിംഗ് മാത്രം ആവണമെന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എന്തും ലൈക്ക് നിങ്ങൾക്ക് ലൈഫിൽ നമ്മൾ പറയില്ല എന്തും നേരിടാൻ നമ്മുടെ ഐഡിയാസ്, നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യണം അല്ലേ, നമ്മുടെ മൈൻഡ് ഒന്ന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ ഇതിനെ എന്ത് ചെയ്യണം എന്നുള്ള ആ സമയത്ത് ചിന്തിക്കാൻ പറ്റും. സോ അങ്ങനെ നിങ്ങളൊരു ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. സോ ഇവിടെ അഗെയിൻ താല്പര്യമുള്ളവർ, നിങ്ങളുടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഉള്ളവർ നിങ്ങൾ അത് ചെയ്യാം. ഓക്കെ, എനിക്കില്ല. ഓക്കെ, ഞാൻ പറയാമല്ലോ, നിങ്ങൾ എല്ലാവർക്കും ഇതല്ലല്ലോ, എല്ലാവർക്കും ഒരേ കാര്യങ്ങളല്ല. ഓക്കെ, എനിക്ക് വരയ്ക്കാനോ ഡ്രോയിങ്ങോ പെയിൻറ്റിങ്ങോ എനിക്ക് യാതൊരു ലൈക്ക് ഞാൻ എന്താ പറയുക ഒട്ടും ഇതില്ല, ഞാൻ അതിൻ്റെ അടുത്തേക്ക് ഇല്ല. ഓക്കെ, ആൻഡ് സോ ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും, അതിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുക. എന്ത് തന്നെയായാലും ഓക്കെ, ഈവൻ മാത്സ് ആണെങ്കിലും ശരി, സയൻസ് ആണെങ്കിലും ശരി എന്ന് പറഞ്ഞ പോലെ സോ എനിത്തിങ് ഓക്കെ, നിങ്ങളുടെ ടാലൻസിനെയൊക്കെ ഒന്ന് നിങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അതിന് കുറച്ച് മെഡിറ്റേഷൻ, ബ്രീതിങ് എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ എയർ മാജിക് ആൻഡ് എർത്ത് മാജിക് ലാസ്റ്റ് പറയാം. ഓക്കെ, അതിനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയാം. നിങ്ങളോട് പറയുന്നത് എന്താണോ ലൈഫിൽ സംഭവിക്കുന്നത്, ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ പോയിക്കോട്ടെ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെ ജസ്റ്റ് സ്വീകരിക്കുക, എന്ത് തന്നെ വന്നാലും. ഓക്കെ, പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് ഇവിടെ ആക്ച്വലി യെസ് ഇവിടെ ഓക്കെ ഇതുണ്ട്, ഇവിടെ തുഴ അല്ലേ പറയുക അതിന്, അത് കയ്യിൽ നിന്ന് വീണ് പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കൈ കൊണ്ടാണ് ഇപ്പോൾ തുഴഞ്ഞ് മുന്നോട്ട് പോകുന്നത്. സോ അതാണ് പറയുന്നത്, എന്തും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസും ധൈര്യവും ഉണ്ടായാൽ മതി. നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ഓക്കെ, അയ്യോ തുഴ പോയല്ലോ എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല അല്ലേ. സോ ഇവിടെ നമ്മൾ പറ്റുന്ന രീതിക്ക് ഓക്കെ, പിന്നെ അങ്ങോട്ട് ലൈഫിനെ അങ്ങോട്ട് നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക, യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്ത് വന്നാലും വരട്ടെ, ഞാൻ ഓക്കെ ഫേസ് ചെയ്തോളാം എന്ന് പറയാം. നമ്മൾ ആക്ച്വലി ഇതിലൊരു ക്യാറ്റാണ് കൂടെ നിൽക്കുന്നത്. ക്യാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്പിരിച്വൽ ആനിമൽ ആയിട്ടാണ് എടുക്കുക. സോ അങ്ങനെ എടുക്കാം നിങ്ങൾക്ക്. ആക്ച്വലി ഇവിടെ ഇതിൽ പെറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്, എല്ലാത്തിലും ഐ തിങ്ക് കുറേ പെറ്റ്സ് ഉണ്ട് ഇതിൽ.
എനിവേ അതൊക്കെ നിങ്ങൾക്ക് ലൈക്ക് താല്പര്യമുള്ളവർക്ക് പെറ്റ് വല്ലതൊക്കെ ഓക്കെ വാങ്ങാം. ബിക്കോസ് അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ മനസ്സിൽ നമ്മളൊരു പെറ്റിനെയൊക്കെ കെയർ ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. ഞാൻ അത് മനസ്സിലാക്കിയത് ആക്ച്വലി എൻ്റെ പപ്പിയെ വാങ്ങിയ ശേഷമാണ്. ഇതവിടെ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നതിൻ്റെ താഴെയുണ്ട് ഞാൻ അവന് ഓക്കെ. സോ ഇവിടെ അങ്ങനെയൊക്കെ നമുക്ക് ഒരു എങ്ങനെയത് പറയാമെന്നറിയില്ല, ഒരു മിണ്ടാപ്രാണി അല്ലേ, ഒന്നും പറയാനറിയില്ല. സോ അത് തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് നമുക്ക് ശരിക്കും പലതും മനസ്സിലാക്കാനുള്ള അവസരമാണ്. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലും ഉണ്ടാവുന്നതായിരിക്കാം, യൂണിവേഴ്സ് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ. നിങ്ങൾ എന്തും പേടിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഗോ വിത്ത് ദ ഫ്ലോ. ആൻഡ് നമ്മൾ കൂടുതൽ ടെൻഷൻ സ്ട്രെസ് ഒന്നും ആവാതെ എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ. കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടും എന്നുള്ളതാണ്. അത് നമ്മൾ ബുദ്ധിമുട്ടുന്നത് വേറെയാണ്, സ്ട്രെസ് എടുക്കുന്നത് വേറെയാണ്. രണ്ടും മനസ്സിലാക്കുക, ഡിഫറൻസ് മനസ്സിലാക്കുക. ബുദ്ധിമുട്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെയാണ്. അതായത് നമ്മൾ ആരോഗ്യപരമായിട്ടോ ശരീരപരമായിട്ടോ നമ്മൾ മാനസികമായിട്ടും ഒക്കെ ഒരു ആ സ്ട്രെസ്സ് വരുന്നത് വേറെയാണ്. എന്താ പറയുക, സ്ട്രെസ്സിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന എഫക്റ്റ് വേറെയാണ്. നമ്മൾ കൊടുക്കേണ്ട ഒരു ജോലിയുടെ നമ്മൾ പറയില്ല ശ്രമം, അത് വേറെയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിൽ പേടി കൊണ്ട് വരുന്ന ആ ഒരു ടെൻഷൻ അതിലിരിക്കുന്നത് വേറെയാണ്. ഓക്കെ. അങ്ങനെ വരരുത് എന്നാണ് പറയുന്നത്. കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, ബട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ അഫർമേഷൻ ഫോർ അക്സെപ്റ്റൻസ്. അഫർമേഷൻ നിങ്ങൾ ചെയ്യേണ്ടത് അക്സെപ്റ്റൻസിനാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ എന്ത് വന്നാലും സ്വീകരിക്കാൻ തയ്യാറാവുക, എന്ത് തന്നെ വന്നാലും ശരി. ഓക്കെ. ഫെയ്റ്റ് എന്ന് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ വിധിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യലല്ല, അങ്ങനെയല്ല ഒരിക്കലും വേണ്ടത്. ഓക്കെ. നമ്മൾ അതായത് ഫെയ്റ്റും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം കൂടി വേണം. നമ്മൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ, ബുദ്ധിമുട്ടോ പ്രോബ്ലംസോ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ലൈഫ് ബെറ്റർ ആക്കാനുള്ള ഒരു അവസരമാണ്. ആൻഡ് സ്പീക്ക് യുവർ മൈൻഡിൻ്റെ കുറച്ച് പേർക്ക് ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആരോടും എന്തോ നിങ്ങൾക്ക് പറയാനുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പറയുന്ന കാര്യമായിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് പറയുന്നതായിരിക്കാം, യൂണിവേഴ്സിനോട് പറയുന്നതായിരിക്കാം. ഓക്കെ. അതല്ല, ഇതിനെക്കാട്ടിലും കൂടുതൽ ആക്ച്വലി കാരണം വിശ്വസിൻ്റെ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹം എന്ന് പറഞ്ഞത്. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആരുടെയും പറയണം എന്നുണ്ടെങ്കിൽ പറയൂ. ഓക്കെ. അത് മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ. അത് മറ്റുള്ളവരോട്, അത് ആരോടെങ്കിലും തുറന്ന് പറയാനുണ്ടെങ്കിൽ തുറന്ന് പറയാം. ആരെങ്കിലും നിങ്ങളെ എന്ത് കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ച് നടക്കാതിരിക്കുക, തുറന്ന് പറയൂ എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് വരുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്ത് പേടിച്ച്, അഗൈൻ ഇവിടെ പേടികളുടെ കാര്യം, ഫിയർ ആണ് നമ്മളെല്ലാവരെയും പുറകോട്ട് വലിക്കുന്നത്. സോ ഫിയേഴ്സ് മാറ്റുക എന്നുള്ളതാണ്. ഫിയർ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം സ്റ്റക്കായി തന്നെ നിൽക്കും. ഓക്കെ. സോ ഇവിടെ സ്പീക്ക് യുവർ മൈൻഡ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ശരി, നിങ്ങൾ തുറന്ന് സംസാരിക്കുക, ഓപ്പണായിട്ട് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ. സങ്കടമായാലും ദേഷ്യമായാലും വിഷമമായാലും എല്ലാം എല്ലാവരുടെയും സ്നേഹമായാലും ഇഷ്ടമായാലും എല്ലാം നിങ്ങൾ തുറന്ന് പറഞ്ഞോളൂ എന്നാണ് പറയുന്നത്. മനസ്സിൽ വെച്ച് നടക്കരുത് നീ എന്നാണ്. ആൻഡ് അങ്ങനെ ചെയ്യുമ്പോഴേ മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളെന്തെങ്കിലും മനസ്സിലുള്ള തുറന്ന് പറയുമ്പോഴാണ് ചിലപ്പോൾ അതിൻ്റെ ചിലപ്പോൾ കാര്യം സാധിക്കുന്ന അങ്ങനെയായിരിക്കാം. ഓക്കെ. എയർ മാജിക് ആൻഡ് എർത്ത് മാജിക്, ഇതൊരു മാനിഫെസ്റ്റേഷൻ്റെ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ട് കാര്യവും ഓക്കെ. നിങ്ങളോട് പറയുന്നത് ഇത് എയർ മാജിക് ആക്ച്വലി കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. സോ മേ ബി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെയാണ്. ഇതും കൂടുതലും കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഉണ്ടോ എന്നുള്ളത് ഞാനൊന്ന് ആലോചിക്കുകയാണ്. ജസ്റ്റ് തിങ്കിങ് എന്തിനാണ് എയർ മാജിക്കിന്. ഓക്കെ. എനിവേ എർത്ത് മാജിക് ഉണ്ട്. എർത്ത് മാജിക്കും പറയുന്നത് നിങ്ങളോട് മാനിഫെസ്റ്റേഷൻ്റെ കാര്യമാണ്. നിങ്ങളോട് പറയുന്നത് ടൈം സ്പെൻഡ് ചെയ്യുക, പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നില്ല, ഗാർഡനിലായാലും ശരി. ഓക്കെ. അല്ലെങ്കിൽ വല്ല പുഴയുടെ അടുത്തൊക്കെ പോയിരിക്കാൻ പറ്റുക, അങ്ങനെ എന്തെങ്കിലും നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യുക. എർത്ത് മാജിക് അതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെടികൾ വെക്കുക. ഓക്കെ. ഒരു വിത്ത് നട്ട് ഒരു ചെടി വളർത്തിയെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. ആക്ച്വലി ഇവിടെ ക്രിസ്റ്റൽസിൻ്റെ കാണുന്നുണ്ട്. ക്രിസ്റ്റൽ ഉണ്ട്, ഉപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പറ്റിയാൽ നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്ത് മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്ത് നോക്കൂ. ആക്ച്വലി അതൊക്കെ നിങ്ങളുടെ അടുത്ത് വെക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇവിടെ ഞാൻ ചുമ്മാ വെച്ചതാണ്. ഓക്കെ. ബട്ട് ക്രിസ്റ്റൽസ് ആണ് ഇതൊക്കെ. ഓക്കെ. കുറേ ക്രിസ്റ്റൽസ് ഉണ്ട്. സോ ഇതുപോലെ നിങ്ങളുടെ അടുത്ത് വെക്കാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. ആക്ച്വലി പറ്റിയാൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കൂ. എയർ മാജിക് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇവിടെ ആരോട് ഒന്നുമില്ലെങ്കിൽ എഴുതാനാണെങ്കിൽ അങ്ങനെ അല്ലെ. ഓക്കെ. മേ ബി നിങ്ങൾ എഴുത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഓക്കെ എഴുതാൻ ശ്രമിക്കാം. എഴുതിയിട്ട് നിങ്ങൾക്ക് നമ്മൾ പറയില്ല ചില സമയത്ത് നമുക്ക് പറയാൻ കിട്ടില്ല ക്ലിയർ ആയിട്ട്, ബട്ട് എഴുതാൻ പറ്റും കുറച്ചുകൂടി. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സോ മേ ബി നിങ്ങൾക്ക് എഴുതാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുക. കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ക്ലിയർ ആയിട്ട് എന്നുള്ള ഒരു കാര്യമാണ്. ആൻഡ് എർത്ത് മാജിക് നിങ്ങൾ ട്രൈ ചെയ്യുക. വേറൊന്നും വേണ്ട. ഓക്കെ. നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളോട് പറയുന്ന നേച്ചറിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ. സോ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. സോറി. ആൻഡ് ഇവിടെ നമുക്ക് ഓക്കെ
നിങ്ങൾക്കുള്ള അഫർമേഷൻ കുറച്ചെണ്ണം എടുത്തേക്കാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. ടുഡേ ഐ എം ഹെൽത്തി, ടുഡേ മൈ മൈൻഡ് ആൻഡ് ഹാർട്ട് ആൻഡ് മൈ സോൾ ആർ വൺ ഹെൽത്തി ബീയിങ്. ഓക്കെ, നിങ്ങളോട് അതായത് ഇന്ന് നിങ്ങൾ വളരെ ഓവറോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം അവനവനോട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്കൊന്ന് യൂസ് ചെയ്യാം, ടുഡേ ഐ എം ഹെൽത്തി എന്നുള്ളത്. സോ നിങ്ങൾ മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും ഈവൻ സോൾ വൈസ് ആണ് പറയുന്നത്, സോൾ എൻ്റെ ആത്മാവ് പോലും ഇന്ന് എല്ലാം ഹെൽത്തി ആണെന്ന് ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, യൂസ് ദിസ് ഫോർ യുവർ ഇന്നത്തെ ദിവസം അഫർമേഷനായിട്ട് യൂസ് ചെയ്തോളൂ. ടുഡേ ഐ എം ഗ്ലോയിങ്, ടുഡേ ഐ ഹാവ് ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് എനർജി ആൻഡ് ഫോക്കസ് ടു ടേക്ക് ഓൺ എനി ചാലഞ്ച്. ഓക്കെ, നിങ്ങളോട് ഇതും യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ടുഡേ ഐ എം ഗ്ലോയിങ്, ഇന്ന് അതായത് എനിക്ക് നല്ല എനർജി ഉണ്ട്, എന്തും ഫോക്കസ് ചെയ്യാനും എന്തും കാര്യങ്ങൾ ചെയ്തു തീർക്കാനും വളരെ പോസിറ്റീവായിട്ട് ആക്ഷൻസ് എടുക്കാനൊക്കെ എനിക്ക് നല്ല എനർജി ഉണ്ടെന്ന് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ത് ചാലഞ്ചസ് വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, ടുഡേ ഐ എം ഫോക്കസ്ഡ്, ടുഡേ ഐ വിൽ ബി പ്രൊഡക്റ്റീവ് ആൻഡ് ഫീൽ ഗുഡ് അബൌട്ട് ഡൂയിങ് ദ ഹാർഡ് വർക്ക് ദാറ്റ് ഐ നീഡ്. സി, ഇവിടെ അഗൈൻ ഇന്നെല്ലാം വരുന്നത് എനിക്ക് കൂടുതലും കാണുന്നത് നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ആക്ഷൻ എടുക്കുന്നതിനെ കുറിച്ചാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആ ആക്ഷൻ അതായത് നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അതിന് ആക്ഷൻ എടുക്കാം. ഇവിടെ നിന്ന് മെയിനായിട്ട് നിങ്ങൾക്ക് വരുന്ന ഇതാണ് മെസ്സേജ്, അതാണ്. ഓക്കെ, സോ ഇവിടെ മൂന്നും ആക്ച്വലി ഹെൽത്ത്, നിങ്ങളുടെ ഹെൽത്ത് നോക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? സി, നമുക്ക് എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യണമെങ്കിൽ, ലൈഫിനെ ഫേസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ മൈൻഡും ബോഡിയും ഈവൻ സോൾ അടക്കം നമ്മളൊന്ന് ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യണം, അല്ലേ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യണം. അതിപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഹെൽത്തിനെ കെയർ ചെയ്യും വേണം. ഓക്കെ, നിങ്ങളുടെ ലൈക്ക് നല്ല ഫുഡ് കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ശാന്തമായിട്ടിരിക്കുക, അതെല്ലാം നമുക്ക് ആവശ്യമാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് ഇവിടെ ഐ എം ഗ്ലോയിങ് എന്ന് പറയുന്നത്, സോ ഐ എം ഗ്ലോയിങ് ആൻഡ് ദിസ് വൺ, ഇത് രണ്ടും പറയുന്നത് ഫോക്കസ് ആൻഡ് എനർജി, ചേഞ്ചസ്, ചാലഞ്ചസ് എന്നുള്ള രീതിയിലാണ്, പ്രൊഡക്റ്റീവായിട്ടിരിക്കുക എന്നുള്ള രീതിയിലാണ്. സോ എവിടെയോ നിങ്ങൾ ആക്ഷൻസ് എടുക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ ലൈഫിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്. ആൻഡ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ തന്നെ എനർജിയാണ്. ആ എനർജി ചേഞ്ച് ചെയ്യാനാണെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക, ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല, ആക്ഷൻ എടുക്കൂ എന്നാണ് പറയുന്നത്. പറയാനുള്ളത് പറയുക, ചെയ്യാനുള്ളത് ചെയ്യുക. ഓക്കെ, ഡോണ്ട് വെയിറ്റ്. നിങ്ങളിനി അതിനെ ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ, ടുഡേ ഐ വിൽ ബി പ്രൊഡക്റ്റീവ് ആൻഡ് ഫീൽ ഗുഡ് അബൌട്ട് ഡൂയിങ് ദ ഹാർഡ് വർക്ക് ദാറ്റ് നീഡ്സ് ഐ നീഡ് ടു ഡു. എന്തൊക്കെയോ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സി, നിങ്ങൾ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും, ശരിയാണ്. ഓക്കെ, പക്ഷെ അത് ചെയ്യാൻ നമ്മൾ പോസിറ്റീവായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും. എൻ്റെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ ദിവസം ഐ തിങ്ക് നിങ്ങളോട് ഇന്ന് ആക്ഷൻ എടുക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ പറയാനായാലും ശരി, ചെയ്യാനായാലും ശരി, സംതിങ് യു നീഡ് ടു ഡു. ഓക്കെ, ഓക്കെ, എന്തായാലും എല്ലാം നല്ലതായിട്ട് വരട്ടെ, നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.